പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി മഹാക്ഷേത്രത്തിലാണ്. എൻ്റെ എല്ലാ യാത്രകളും ആരംഭിക്കാറ് ഇവിടെ നിന്നുമാണ്. ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ സത്രം കാണുവാൻ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ആദ്യം ഞങ്ങൾ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. മുൻപ് പോയതാണ് പരുന്തുംപാറയിൽ. അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കോടമഞ്ഞ് കാരണം കാഴ്ച വളരെ കുറവായിരുന്നു. കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഇന്ന് കാണാം. അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി നേരത്തെയായി വന്നതെന്ന് തോന്നിപ്പോകുന്നു. ഞങ്ങളല്ലാതെ മറ്റാരും ഇവിടെ എത്തിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ തിരക്ക് കണ്ടു കാണും. കോടമഞ്ഞിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും കൂടുതൽ അറിയുവാനും കഴിഞ്ഞ വീഡിയോ കൂടെ കണ്ടു നോക്കുക. നമുക്കേതായാലും മുന്നോട്ട് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കാത്ത ടാഗോർ മൗണ്ട് നമുക്ക് ആദ്യം കാണുവാൻ പോകാം. ടാഗോറിൻ്റെ മുഖസാദൃശ്യമുള്ളതിനാലാണ് ടാഗോർ മൗണ്ട് എന്ന് അറിയപ്പെടുവാൻ കാരണം. പരുന്തുംപാറ ടാഗോർ കുന്നെന്നും വിളിക്കാറുണ്ട്. നടപ്പാതയൊക്കെ വളരെ മനോഹരമായി തന്നെ ടൈലു പാകിയിട്ടുണ്ട്. പീരുമേട് ഗ്രാമപഞ്ചായത്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. ബോർഡിൽ പീരുമേട് എന്നാണ് കണ്ടത്. ആരു തന്നെ ആയാലും ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതിരാവിലെ എത്തിയതുകൊണ്ട് തന്നെ ഒരു ചായ പോലും കുടിക്കുവാൻ കടകളൊന്നും തുറന്നിട്ടില്ല. ഏതായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഈ കാണുന്നതാണ് ടാഗോർ കുന്ന്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയ്ക്ക് മുഖസാദൃശ്യമുണ്ട്. അതിൻ്റെ മുകളിൽ ആരോ കയറി വലിയ റിസ്ക് എടുക്കുകയാണ്. ഇവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചാൽ പോരെ, എന്താ ചെയ്യുക. ഒട്ടും തന്നെ മഞ്ഞില്ലാത്തതിനാൽ ദൂരക്കാഴ്ചകൾ വളരെ നന്നായി കിട്ടുന്നുണ്ട്. അധികം ഡീറ്റെയിലായി പിന്നെ ഒന്നും പറയാത്തത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. ഏതായാലും നല്ല കാലാവസ്ഥയാണ്. കുറച്ചു നേരം ഇവിടെ നടക്കാം എന്ന് കരുതി. കുറേ സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഇന്നത്തെ പ്രധാന സ്ഥലത്തേക്കുള്ള യാത്ര ഞങ്ങൾ അവിടെ നിന്നും ആരംഭിച്ചു, സത്രത്തിലേക്ക്. പരുന്തുംപാറയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാത്രമാണ് സത്രത്തിലേക്കുള്ള ദൂരം. പരുന്തുംപാറയിൽ നിന്നും തേക്കടി റൂട്ടിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ വലത്ത് സൈഡിലായി നമുക്കൊരു ബോർഡ് കാണുവാൻ സാധിക്കും. സത്രം എന്നാണ് ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മണ്ണിട്ട ഒരു ഇടുങ്ങിയ റോഡാണത്. ആ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ വലത്ത് വശത്തായി മറ്റൊരു ബോർഡ് കൂടെ കാണുവാൻ സാധിക്കും. അതിൽ അരണക്കൽ എസ്റ്റേറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ റോഡിൽ കൂടെ കഷ്ടിച്ച് ഒരു വണ്ടി പോകുവാൻ മാത്രമേ സാധിക്കൂ. അതേപോലെ റോഡും ഈ കാണുന്നത് തന്നെ. ഇനി ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം പറഞ്ഞാൽ ഓഫ് റോഡ് ചെയ്യുക എന്നതാണ്. എൻ്റെ ഫ്രണ്ട് വിഷ്ണു പുതിയ സുസുക്കി ജിംനി എടുത്തു. അതിലുള്ള ആദ്യ ഓഫ് റോഡ് യാത്രയാണ് ഇത്. റോഡ് അല്പം ചെറുതാണെങ്കിലും റോഡിൻ്റെ ഇരുവശത്തെ കാഴ്ചകൾ അതൊന്ന് വേറെ തന്നെ. ഒരു സിനിമയിൽ പറഞ്ഞത് ഓർക്കുന്നു, എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും നല്ല അടിപൊളി ഫ്രെയിംസ്. അതുതന്നെയാണ് ഇവിടെയും. രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ. അത് കാണേണ്ടത് തന്നെ. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി ഇറങ്ങി. മുൻപ് വാഗമൺ കാഴ്ചയിൽ കണ്ടതുപോലെ ധാരാളം തേയിലത്തോട്ടങ്ങൾ ഇവിടെയുണ്ട്. തേയില നുള്ളാൻ പോകുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഞങ്ങൾ എവിടെ നിന്നുമാണ് വരുന്നത് എന്നൊക്കെ അവർ ചോദിച്ചു. കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് നിന്നു. ഒന്നാമത്തെ കാര്യം, അതിരാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. നല്ല തണുപ്പുണ്ട്. പിന്നെ കണ്ണിന് സുഖം പകരുന്ന പ്രകൃതിയുടെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ. അതിൻ്റെ ഒത്ത നടുവിലായി ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ അതിമനോഹരമായൊരു തടാകം കൂടെ. എങ്ങനെ ഈ കാഴ്ചകൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല.
അത്രയ്ക്കും മനോഹരമായ ഒരു ഫീലാണ് അവിടെ കിട്ടിയത്. തീർച്ചയായും ഈ വീഡിയോ കാണുന്നവർ ഒരിക്കലെങ്കിലും ആ റൂട്ടിൽ കൂടെ യാത്ര ചെയ്യണം. റോഡ് കണ്ടല്ലോ, അപ്പോൾ വണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരുന്തുംപാറ വരെ നമുക്ക് ഏതു വണ്ടിയിൽ വേണമെങ്കിലും പോകാം. പിന്നെ നമ്മൾ പോകേണ്ടത് ഇടുങ്ങിയ റോഡിലൂടെയും പ്രോപ്പറായി റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്തൂടെയും വേണം. അതുകൊണ്ട് വണ്ടിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നമുക്ക് വേണം. കുറേ ദൂരം ഈ മനോഹരമായ കാഴ്ചകൾ നമ്മെ പിന്തുടരും. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ജംഗ്ഷൻ വരും. അവിടെ നിന്നും വേണം സത്രം റോഡിലേക്ക് കയറുവാൻ. പക്ഷെ റോഡ് അടച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ ഉള്ളൊരു ചേട്ടനോട് വഴി തിരക്കി. ചേട്ടൻ വഴി പറഞ്ഞു വന്നു പുറകെ വരുവാനും പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അതിന് പുറകെ പോവുകയാണ്. വണ്ടി തിരിച്ച് വന്ന വഴിയിൽ തന്നെ ഞങ്ങൾ കുറച്ച് പുറകിലേക്ക് പോയി. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ താഴേക്ക് മറ്റൊരു വഴി. സത്യത്തിൽ കുറച്ച് ടാസ്ക്കാണ്. തീരെ ചെറിയ വഴി. വണ്ടി പോകുമോ എന്നുപോലും സംശയം തോന്നിയേക്കാം. ഏതായാലും ചോദിച്ചുറപ്പിച്ച് ഞങ്ങൾ ആ വഴി വണ്ടി ഇറക്കി. നമ്മൾ മുകളിൽ കണ്ട ആ തടാകത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് തോന്നുന്നു. ഒരു ബൈക്ക് ഞങ്ങളെ കണ്ട് ഒതുക്കി. റോഡിന് ചെറിയ വീതിയേ ഉള്ളൂ. ഏതായാലും കുറേ ദൂരം മുന്നോട്ട് ചെന്ന് ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കാണുന്ന ആരെയും ബോറടിപ്പിക്കാതെ ഇരിക്കുവാൻ വളരെ ലെങ്ത് കുറഞ്ഞ വീഡിയോയാണ് ഓരോ ട്രാവൽ സ്റ്റോറീസും അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, കൂടെ ഒരു ഷെയർ, ഒരു ലൈക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.